മുജാഹിദിന്റെ നിലപാട് എന്താണ്? മുജാഹിദിന്റെ നിലപാട് ഖബർ സിയാറത്ത് ചെയ്യൽ സുന്നത്താണ് എന്ന് വ്യക്തമായി പറയുകയും അതിന്റെ നിബന്ധനകൾ ഹദീസിന്റെ പിൻബലത്തോടു കൂടി നിങ്ങളുടെ മുമ്പിൽ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരികയും ചെയ്തിരുന്നു. എന്നാൽ ഖബർ സിയാറത്തിന് പോകുമ്പോ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാര്, മുസ്ലിയാക്കന്മാരും സാധാരണക്കാരും ഒക്കെ ഖബർ സിയാറത്തിന് ചെന്നാൽ ആ ഖബർ തൊട്ടുമുത്തുകയും ചുംബിക്കുകയും സുജൂദ് ചെയ്യുകയൊക്കെ ചെയ്യാറുണ്ട്. അതിന്റെ വിധി എന്താണ് എന്ന് നമ്മുടെ കാന്തപുരം ഗ്രൂപ്പിന്റെ ഗ്രാൻഡ് മുഫ്തി പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരോട് ചോദിക്കുന്നു. അതിന് അദ്ദേഹം കൊടുക്കുന്ന മറുപടി കണ്ടു നോക്കൂ. ചില മക്ബറകൾ വ്യാപകമായി കാണുന്നതാണ്. മക്ബറകളെല്ലാം വന്നിട്ട് സാധാരണക്കാര ജനങ്ങൾ തൊട്ടിങ്ങനെ മുത്തുന്നൊരു സ്വഭാവം, തൊട്ടുമുത്തുക എന്ന് പറയുന്നൊരു പ്രവണത, ഇതൊക്കെ ഇസ്ലാമികപരമായിട്ട് അനുവദനീയമാണോ അല്ലെങ്കിൽ ഇതുപോലെ ഗുണങ്ങളുമുള്ള കാര്യമാണോ എന്ന് മഹാന്മാരുടെ ഖബറുകൾ ചെന്നാണ് ചെയ്യുന്നത്. സാധാരണക്കാരുടെ ഖബറുകളൊന്നും ഇങ്ങനത്തെ പരിപാടി ഇല്ല. മഹാന്മാരാകുമ്പോൾ അവരെ കൊണ്ട് ബറക്കത്തെടുക്കുക, തബറുക്ക് എടുക്കുക എന്നത് പൂർവ്വകാലം മുതലേ ഉള്ളതും പണ്ഡിതന്മാർ അവരുടേതായ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയതുമാണ്. അതുകൊണ്ട് തന്നെ തബറുക്കിന് വേണ്ടി അവിടെയുള്ള ഈ വസ്തുക്കളൊക്കെ ഉപയോഗപ്പെടുത്താം. എന്നാൽ തബറുക്കിന് വേണ്ടി തൊട്ടുമുത്തുന്ന കാര്യം അതും അപ്രകാരം തന്നെ ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ടാണെങ്കിൽ യാതൊരു ബന്ധികേടും ഇല്ല. റയ്ഹാൻ പോലെയുള്ളത്, അപ്പോൾ ആ പോലത്തിൽപ്പെടും ഈ പുഷ്പങ്ങളും, അത് ഇടുന്നതും എന്താകുന്നു? പുണ്യകരമാകുന്നു. എന്തുദ്ദേശിച്ചുകൊണ്ടാണ്? അവിടെ നല്ല വാസന ഉണ്ടാക്കുക. നല്ല വാസന ഉണ്ടായാലുള്ള ഗുണമെന്ത്? റഹ്മത്തിനെ മലായിക്കത്ത് ഇഷ്ടപ്പെടുന്നതും അവർ വർഷിക്കുന്നതുമാണ്. നല്ല വാസനകൾ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ഈ ഉദ്ദേശത്തിൽ പുഷ്പം അവിടെ വിതറുന്നതിലും പന്തികേടില്ല. മറ്റു കാര്യങ്ങളെല്ലാം ബറക്കത്ത് ഉദ്ദേശിച്ചുകൊണ്ട് ചെയ്യുന്നതായതുകൊണ്ട് അതിലും പന്തികേടില്ലെന്ന് മാത്രമല്ല, ഔലിയാക്കന്മാരെ കൊണ്ട് ബറക്കത്തെടുക്കൽ സുന്നത്ത് കൂടിയാകുന്നു. ഖബറുമായി ബന്ധപ്പെട്ട് ഖബർ തൊട്ടുമുത്തൽ, അതിൽ പൂവിടൽ പോലെയുള്ള വിഷയത്തിന് ഇവരുടെ മുഫ്തി കൊടുത്ത ഫത്വയാണ് നിങ്ങൾ കേട്ടത്. അതായത് ഖബർ മുത്തൽ ബറക്കത്തിന് വേണ്ടി അനുവദനീയമാണ്. എന്നാൽ സഹോദരങ്ങളെ, ഇവർ അംഗീകരിക്കുന്ന സുയൂത്തി എന്ന് പറയുന്ന ഇവരുടെ മുസ്ലിയാര്, സുയൂത്തി മുസ്ലിയാര് അവരുടെ അദ്ദേഹത്തിന്റെ അൽ അംറു ബിൽ ഇത്തിബാഇ അൻ നഹിയു അനിൽ ഇബ്തിദാ എന്ന ഗ്രന്ഥത്തിൽ പറയുകയാണ്. അതിന്റെ 46-ാമത്തെ പേജിൽ ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുകയാണ്, ഫഅമ്മാ ഇൻ ഖസദൽ ഇൻസാനു അസ്സലാത ഇൻദഹാ, അപ്പോൾ ഒരു മനുഷ്യൻ ഖബറുകൾ നമസ്കരിക്കാൻ ഉദ്ദേശിച്ചു, അവിദ്ദുആ ലിനഫ്സിഹി, അല്ലെങ്കിൽ അവന്റെ കാര്യം പറഞ്ഞ് ദുആ ചെയ്യാൻ ഉദ്ദേശിച്ചു. ഏത് വിഷയത്തിൽ? ഫീ മുഹിമ്മാതിഹി വഹവായിജിഹി, അവന്റെ പ്രധാനപ്പെട്ട ആവശ്യ പൂർത്തീകരണത്തിന്റെ വിഷയങ്ങൾ ഖബറുകൾ പോയി ദുആ ചെയ്യാൻ വേണ്ടി ഒരാൾ ഉദ്ദേശിച്ചു. ഏതടിസ്ഥാനത്തിൽ? മുതബറകം ബിഹാ, ആ ഖബറുകളിൽ നിന്നും ബറക്കത്തെടുക്കാൻ വേണ്ടി, ഖബറുകളിൽ നിന്നും ബറക്കത്തെടുക്കാൻ വേണ്ടി അവിടെ പോയി തൊട്ടുമുത്തലല്ല, ചുംബിക്കലല്ല, പൂവിതറല്ല, മറിച്ച് ബറക്കത്തെടുക്കാൻ വേണ്ടി ഖബറുകൾ പോയിട്ട് ഒരാള് ദുആ ചെയ്യുകയാണ് തന്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടി. എന്നാൽ അതിന്റെ ഹുക്കം എന്താ? റാജിയൻ ലിൽ ഇജാബത്തി ഇൻദഹാ, അവിടെ പോയി ബറക്കത്തെടുക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചാല്, ബറക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ടുപോയി പ്രാർത്ഥിച്ചാല് തന്റെ ഉദ്ദേശം, തന്റെ ലക്ഷ്യം പൂർത്തിയാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയോടുകൂടി പോയാൽ, സുയൂത്തി പറയുകയാണ്, ഫഹാദാ ഐനുൽ മുഹാദ്ദത്തി ലില്ലാഹി വലിറസൂലിഹി, അത് അല്ലാഹുവിനോടും റസൂലിനോടും എതിര് പ്രവർത്തിക്കുന്നതിന്റെ വ്യക്തമായ രൂപമാണ്. സുയൂത്തിയുടെ ഉദ്ധരണിയാണ്. ഈ ഉദ്ധരണി കണ്ടിട്ട് ഇത് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രമാണമല്ല, അത് തുറന്നു പറയുന്നു. പക്ഷേ ഇവിടത്തെ സമസ്തക്കാരുടെ പ്രമാണമാണ് സുയൂത്തി. സുയൂത്തിയുടെ ആ ഉദ്ധരണി വെച്ചിട്ട് ഇവിടത്തെ ഈ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാർ ഈ പറഞ്ഞ ആ ഫത്വയെ നാം എങ്ങനെ വിലയിരുത്തണം? അപ്പൊ പൊന്മള പറഞ്ഞത് ആപത്താണ്, അബദ്ധമാണ്. അത് മനസ്സിലാക്കിയപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് അടങ്ങിയിരിക്കാൻ പറ്റിയില്ല. അതങ്ങനെയാണല്ലോ. പ്രമാണം കൊണ്ട് കാര്യം മനസ്സിലാക്കിയില്ല എങ്കിൽ അബദ്ധങ്ങൾ ഒരുപാട് സംഭവിക്കും. പൊന്മള പറഞ്ഞത് എന്താണ് അബദ്ധമാണെന്ന് മനസ്സിലാക്കിയപ്പോൾ പേരോട് അബ്ദുറഹ്മാൻ സഖാഫി അതിന് മറുപടി പറയുന്നുണ്ട്. അത് കേട്ടു. ഇമാം നവവി റഹിമഹുല്ലാഹ് പ്രത്യേകം എടുത്തു പറഞ്ഞില്ലേ,
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ചുംബിക്കാൻ പോകരുത്. അവിടെ റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുക്കൽ ദൂരെ നിന്നിട്ട് അതവോടെ പെരുമാറണം. ഖബർ ചുംബിക്കരുത്, ഖബർ തടയരുത് എന്ന് ഈറാഹിലെ ഇമാം നബവി റഹിമഹുല്ലാഹ് പറഞ്ഞപ്പോ ഈ തടകലും ചുംബിക്കലുമാണ് ബറക്കത്ത് എന്ന് ആരും ചിന്തിച്ചു പോകരുതെന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ട ഇമാം നബവി റഹിമഹുല്ലാഹ് ഈറാഹിൽ വിവരിച്ചു. അതാ കുറെ ആളുകൾ അങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് നീ നോക്കണ്ട. ഖില്ലത്തു സാലികീൻ കൊണ്ട് അതേ ശരിയായ സുന്നത്തിന്റെ നടപടിക്രമത്തിലേക്ക് നീങ്ങി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ നിന്ന് ഒരു കുറച്ച് ദൂരെയായി അതവോടെ ഗുരുത്വത്തോടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കിടക്കുന്ന ഖബറിന്റെ താഴ്ഭാഗത്തെ നോക്കി നിന്ന് അതും കൈ നിസ്കാരത്തിൽ കെട്ടുന്നത് പോലെ അടക്കത്തോടെ വെച്ച് വളരെ ബഹുമാനാദരവോടെ ഖബറിന്റെ അടുത്ത് പോയി നിന്ന് നീ സിയാറത്ത് ചെയ്തോ. നീ ഖബർ തൊടാൻ പോകണ്ട, നീ ഖബർ ചുംബിക്കാൻ പോകണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഇമാം നബവി അവിടെ പറഞ്ഞൊരു വാചകമാണ്, ഓ മനുഷ്യ, ആളുകൾ കുറച്ചേ നിന്റെ കൂടെ ഉള്ളൂ എന്ന് നീ നോക്കണ്ട. ആളുകൾ കുറച്ചേ ഉള്ളൂ നീ നോക്കണ്ട, ഇത് പറഞ്ഞതനുസരിച്ച് പ്രവർത്തിച്ചാൽ മതി. ഖബർ ചുംബിക്കണ്ട, തൊടണ്ട, മുത്താൻ പോകണ്ട. ഖബർ സിയാറത്ത് ചെയ്യേണ്ടതിന്റെ മര്യാദ ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ കിതാബ് ഉദ്ധരിച്ചുകൊണ്ടാണ് പേരോട് റഹ്മാൻ സഖാഫിയ പറഞ്ഞത്. എന്നാ ഇത് പറഞ്ഞ മുസ്ലിയാക്കന്മാർ കേൾക്കോ? പൊന്മലയുടെ വാദം എന്താ? ഖബറിനെ പോയി മുത്താം, ഖബർ സിയാറത്ത് ചെയ്യുമ്പോൾ ചുംബിക്കാം, തൊട്ടുമുത്താം, വേണ്ടി വന്ന സുജൂദും ചെയ്യാം. അതൊക്കെ അവരുടെ പ്രവർത്തനത്തിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പേരോട് പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും വൈലത്തൂര് തങ്ങളും കൂടെ കേരളത്തിന് പുറത്തൊരു സിയാറത്ത് കേന്ദ്രത്തിൽ പോകുന്ന ഒരു രംഗമുണ്ട്. അത് കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ. وينال البركات كل من صلى عليه وينال البركات كل من صلى عليه تدفع جملة بلا تذكرون درود صلى عليه آمين جعلنا من أهل الخير آمين آمين ربنا في أدياننا وأنفسنا وأولادنا وأزواجنا وأهلنا وملابدنا ومريدنا من كل محنة وفتنة وشدة وموس وغير ولي من كل خير من كل خير وخيرتني آخرة الفتوى لندركنا കുടുംബത്തിന് സുരൂർ സന്തോഷം അവർക്ക് നീ വൈദ്യുതി രാജ്യത്ത് നൽകണം റഹ്മാൻ. സുന്നത്യമായതിന്റെ ഖിദ്മത്തിലായി മുന്നോട്ട് വരാൻ അവർക്ക് നീ തൗഫീഖ് ചെയ്യണം. മക്കളൊക്കെ സുന്നത്യമായതിന്റെ ഖാദിമീങ്ങളാക്കണം. മലപ്പുറം ജില്ലയിലെ അല്ലെങ്കിൽ പഠിച്ചവരെ ജില്ലനേക്കാൾ ഉത്തമമായ രൂപത്തിലൂടെ ഈമാനോട് പ്രവർത്തിക്കാൻ തൗഫീഖ് ചെയ്യാൻ काबे की रौनक, काबे का मंजर, अल्लाहु अकबर, अल्लाहु अकबर, अल्लाहु अकबर, अल्लाहु अकबर। मेरे अल्लाह, मेरे मौला, मेरे अल्लाह, मेरे अल्लाह, तेरे करम की തൊട്ടുമുത്തുകയും ഖബർ ചുംബിക്കുകയും ചെയ്യുന്ന രീതിയാണ് നിങ്ങൾ കണ്ടത്. ഇതാരാ? ഈ സമുദായത്തില് ദീൻ പറഞ്ഞു കൊടുക്കേണ്ട പണ്ഡിതന്മാർ. പേരോട് അബ്ദുറഹ്മാൻ സഖാഫി വ്യക്തമായി പറഞ്ഞല്ലോ, ഖബറുകൾ പോയാൽ എന്താ ചെയ്യേണ്ടതെന്ന്. അത് പൂർണ്ണമായും നമ്മൾ സ്വീകരിക്കുന്നില്ല, നമ്മൾ അംഗീകരിക്കുന്നില്ല. പക്ഷേ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞു കൊടുത്ത പേരോടിന്റെ വാക്ക് പോലും അവഗണിച്ചുകൊണ്ടല്ലേ പൊന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരും വൈലത്തൂർ തങ്ങളും പോയിട്ട് കേരളത്തിന്റെ പുറത്ത് ഈ ഖബർ ചുംബിക്കുന്നത്, ഈ ഖബറുകൾ തൊട്ടുമുത്തുന്നത്. അത് ബറക്കത്തെടുക്കാൻ വേണ്ടിയാണെങ്കിൽ സുയൂത്തിയുടെ ഉദ്ധരണി വ്യക്തമാണല്ലോ. ബറക്കത്തെടുക്കാൻ വേണ്ടി ചെയ്യുന്ന ആ പ്രവർത്തനം
അത് അള്ളാഹുവിനോടും അള്ളാഹുവിന്റെ പ്രവാചകനോടും എതിര് പ്രവർത്തിക്കുന്നതിന്റെ വ്യക്തമായ രൂപമാണ്. അപ്പൊ കേരളത്തിന് പുറത്തു പോയിട്ട് ഇങ്ങനത്തെ ഒരു പണി ചെയ്തു എന്ന് പേരോട് അബ്ദുറഹ്മാൻ സഖാഫിക്ക് മനസ്സിലായി. ഉടനെ മൂപ്പര് കേരളത്തിന് പുറത്ത് തന്നെ ഒരു വേദി അങ്ങോട്ട് കെട്ടി, എന്നിട്ട് അതിനെതിരെ പ്രസംഗിക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കണ്ടു നോക്കൂ. നമ്മുടെ നാട്ടിലൊക്കെ ധാരാളം മക്ബറുകളുണ്ട്. മക്ബറിൽ പോകുന്നത് നല്ലതാ, കബറിലുള്ള ആളെ വിളിക്കുന്നത് നല്ലതാ, സലാം ചെല്ലുന്നതും നല്ലതാ, അവർക്ക് വേണ്ടി ദ്വാരക്കുന്നതും നല്ലതാ, നമുക്ക് വേണ്ടി കബറിൽ നിന്ന് ദ്വാരക്കുന്നതും നല്ലതാ. അവർക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു തരണം. സമയം കിട്ടിയെങ്കിൽ നാളെ മറ്റന്നാളെ ഞാൻ പറയാം. പക്ഷെ കബറിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. ചില ആളുകളുണ്ട് വേറെ, നമ്മൾ കേരളം വിട്ടാൽ പല സ്ഥലത്തും കബറിൽ പോയി സുജൂദ് ചെയ്യുന്ന ആളുകളുണ്ടാവും. കണ്ടിട്ട് നമ്മൾ മലയാളികളും തുടങ്ങണ്ട, അതുകൊണ്ട് ഞാൻ പറഞ്ഞത് കടുത്ത തെറ്റാണ്, പാടില്ല. അതുപോലെ കബറിൽ തന്നെ മയിൽപീലി വെച്ചിട്ട് അതുകൊണ്ട് ബർക്കത്തെടുക്കുന്ന ആളുണ്ട്. സംഗതി നജസാണ് സാധനം, അത് ബർക്കത്തെടുക്കാനുള്ളതല്ല. ഇതാണ് ഇവരുടെ വൈരുദ്ധ്യം. അതായത് ഒരാള് പറഞ്ഞ് കബറിങ്ങ പോയി മുത്തുന്നത് കൊണ്ടോ പൂവിടുന്നത് കൊണ്ടോ ചുംബിക്കുന്നത് കൊണ്ടോ വിരോധമില്ല. കിതാബിന്റെ ഉദ്ധരണി വായിച്ചുകൊണ്ട് അവരുടെ മറ്റൊരു നേതാവ് പറഞ്ഞ് ചുംബിക്കാൻ പാടില്ല, തൊടാൻ പാടില്ല, മാറി നിൽക്കണം. പക്ഷേ ഓരോ പ്രവർത്തനങ്ങള് വൈരുദ്ധ്യാധിഷ്ഠിതമായി പോവുകയാണ്. എന്താ കാരണം? പ്രമാണമനുസരിച്ചല്ല ജീവിക്കുന്നത്. പ്രമാണത്തിലേക്ക് മടങ്ങിയാൽ, ശരിയായ പ്രമാണം മനസ്സിലാക്കി ജീവിച്ചാൽ ഒരിക്കലും ഈ വൈരുദ്ധ്യം ഉണ്ടാവുകയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആഗോളാടിസ്ഥാനത്തിൽ, കേരളത്തിലല്ല ആഗോളാടിസ്ഥാനത്തിലുള്ള സലഫി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളെ ഒന്ന് വിലയിരുത്തി നോക്കൂ. അത് പ്രമാണബന്ധിതമാണ്. പ്രമാണമനുസരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ അവരുടെ പ്രവർത്തനങ്ങളിൽ വൈരുദ്ധ്യം കാണൂല. അവരുടെ തീരുമാനം